ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി വികാസവാണി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം മാറി കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാറിയുള്ള 4 BHK 4 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല CNC കട്ടിങ്ങിലൊക്കെ നൽകി ഗേറ്റുകൾ മനോഹരമാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. SUV പോലുള്ള വലിയ വണ്ടി ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് ഇവിടെയും, കൂടാതെ അവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഗ്രാനൈറ്റാണ് ഇവിടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നത്. ഇവിടെ ഒറ്റപ്പാളിയിൽ തീർത്ത ഒരു ഡോറാണ്, മനോഹരമായ ഡിസൈനിലുള്ള ഒരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല വലിപ്പത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മനോഹരമായ ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ ഈസിയായി നമുക്ക് 5-8 പേർക്ക് ഈസിയായിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. കൂടാതെ ഡൈനിങ് ഏരിയയിൽ നിന്നും സൈഡിലേക്ക് മാറ്റി നമുക്കിവിടെ ഒരു നല്ല വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ താഴെയും മുകളിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മുകളിൽ ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെയും നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഫുൾ ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നല്ല വർക്ക് ഏരിയ ഒക്കെ ഏറ്റവും നല്ല വലുപ്പത്തിലുള്ള ഒരു വർക്ക് ഏരിയ സ്പേസാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. എന്നാലും നല്ല വലുപ്പത്തിലാണ് താഴത്തെ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ റൂമിലും നല്ല ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഈ ബെഡ്റൂമും മനോഹരമാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു ചെറിയ വാഷ് ബേസിൻ യൂണിറ്റ് കൂടി ഇതിനകത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും നല്ല ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചോടുകൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ ഡൈനിങ് ഏരിയയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല ഹാൻഡ് റെയിലുകളൊക്കെ നല്ല മനോഹരമാക്കി നൽകിയിരിക്കുന്നു. നല്ല ഡിസൈനിലാണ് ഹാൻഡ് റെയിലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ചെറിയ ലൈറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള പറകോളയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ല വലിപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലും നല്ല TV ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല കാണാവുന്ന രീതിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മനോഹരമായ ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു.
ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മറ്റൊരു മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ മുകളിൽ നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് ഈ ബെഡ്റൂമും മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു. ഈ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ചോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ്, നല്ല കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടറും ഈ ബാത്റൂമിലും നമുക്ക് വരുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ സൈഡിലേക്ക് മാറ്റി നല്ല കബോർഡ് വർക്കുകളൊക്കെ 3 ഇതിലുള്ള നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. കൂടാതെ ഫാൾസിൽ വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിൽ നൽകി ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസാണ്. യൂട്ടിലിറ്റി സ്പേസും ഇവിടെ കവേർഡായിട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ നല്ല വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും വരുന്നത്. ഇവിടെ നമ്മൾ ഇനി വന്ന് നിൽക്കുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയും ഇവിടെ നല്ല ഹാൻഡ് റെയിലുകളൊക്കെ നൽകി ഗ്ലാസുകൾ ഒക്കെ നൽകി ബാൽക്കണിയും ഇവിടെ മനോഹരമാക്കിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് 4 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമും യൂട്ടിലിറ്റി സ്പേസുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്.